ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. കൂലി പടം കണ്ടു, എബോവറേജ് ഫിലിം മേക്കിംഗ്. അതാണ് ഒറ്റ വാചകത്തിൽ കൂലിനെ കുറിച്ച് പറയാനുള്ളത്. അതിനുള്ള സംഗതി ഇതിലുണ്ട്. കാരണം ഇതിലുള്ള അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, രജനികാന്ത്, മറ്റു കാസ്റ്റ് പെർഫോമൻസും മ്യൂസിക് ഒക്കെ വരുമ്പോൾ ഒരു എബോവറേജ് ഫിലിം മേക്കിങ്ങിന്റെ സാധ്യതയിലുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് വരാം, ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരാം. ആദ്യം തന്നെ പറയട്ടെ, ലോകേഷ് കനകരാജ് സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്കാണ് ഈ പടത്തിന്റെ ഒരു തരത്തിൽ ഇതിന്റെ നെഗറ്റീവ്. കാരണം ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആണ്. കാരണം മാനഗരം തൊട്ടിട്ട് ഈ റീസെന്റ് ഒന്ന് ലീവ് അടക്കം സെറ്റ് ചെയ്ത് വെച്ചത് ഹൈ ക്ലാസ് ഫിലിം മേക്കിംഗ് ആണ്. അതിൽ തന്നെ വിക്രമും മറ്റേ കൈദി എന്നൊക്കെ പറയുന്നത് ഗ്രേറ്റസ്റ്റ് ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെയുള്ള ഒരു ഫിലിം മേക്കർ രജനികാന്തിനെ വെച്ചിട്ട് ഒപ്പം ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ്, ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ, പാട്ടിലടക്കം വരുന്ന മറ്റേ പൂജ, ശ്രുതിഹാസൻ, പിന്നെ നമ്മുടെ അമീർ ഖാൻ, ഇതൊക്കെ വരുമ്പോൾ ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? ഹൈ ആണ്. ആ ഹൈ ലെവൽ മീറ്റർ ഇതിലൊരു പോരായ്മയായിട്ട് വരികയാണ്. കാരണം ആൾക്കാർ വരുമ്പോൾ ഒക്കെ അത്രയും ഹൈ ആണ് പ്രതീക്ഷിക്കണം. കാരണം ഒരു ഡയറക്ടർക്ക് എപ്പോഴും ആ ഡയറക്ടറുടെ ആ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പറ്റിയെന്ന് പറ്റില്ല. ഒരാൾക്കും പറ്റില്ല. ഒരു ഫിലിം മേക്കറിനും ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കിംഗ് എല്ലാ പടത്തിലും ഒരേപോലെ കൊണ്ടുവരാന്ന് പറയുന്നത് എളുപ്പമല്ല. റയറായിട്ട് ഒന്ന് രണ്ട് പേർക്ക് പറ്റുമായിരിക്കും. ഇതില് ഒരു ഗ്രേറ്റസ്റ്റ് ലെവലിൽ നിന്ന് ലോകേഷ് ഒരു പൊടി അടിയിലേക്ക് വന്നതുള്ളത് സത്യമാണ്. ഡീക്ലൈനിങ് ഉണ്ടായിട്ടുണ്ട് നോർമലി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം പ്രറ്റി ഗുഡ് ആക്ഷൻസ് ഉണ്ട്. രജനീകാന്തിന്റെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള കരിസ്മാറ്റിക് പെർഫോമൻസ് ഉണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് എല്ലാ അതർ സ്റ്റാർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രുതിഹാസൻ റീസെന്റ് ചെയ്തിട്ടുള്ള പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള വളരെ എന്താ പറയാ, ആ റോൾ അവൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനാരും കുറ്റം പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉപേന്ദ്രയുടെ റോള് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നി എനിക്ക്. ആ കൂടി ഒരു റോളാണ് ഉപേന്ദ്രയുടെ റോള്. നാഗാർജുനന് നിങ്ങൾ ഇതുവരെ പ്രൊമോഷനൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ടൈപ്പ് നെഗറ്റീവ് റോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതൊരു പുതുമയായിരുന്നു, ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നാഗാർജുനയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനത്തെ ഒരു നെഗറ്റീവ് റോള് ഭയങ്കര സൂപ്പർ വില്ലനൊന്നും അല്ലെങ്കിലും ആളും കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. സോബിനും കുഴപ്പമില്ല. സോബിന്റെ നമ്മൾ കണ്ട മാനറിസങ്ങൾ തന്നെ അതൊക്കെ ആൾ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മോണിക്ക സോങ്ങിൽ മാത്രമാണ് പൂജ വരുന്നത്. അത് നമ്മൾ അറിയണ പോലെ തന്നെ ആ സോങ് വളരെ എൻജോയബിൾ ആയിട്ട്, എന്താ പറയാ, കളർഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അമീർ ഖാനെ എങ്ങനെ യൂസ് ചെയ്തതിനെ കുറിച്ചിട്ട് ലോകേഷിനെ സംബന്ധിച്ചിടത്തോളം ലോകേഷിനോട് എനിക്ക് ദേഷ്യമുണ്ട്. കാരണം അത് വളരെയധികം ഡിസപ്പോയിന്റ്മെന്റ് ആയി. ഇത്രയും വലിയൊരു സ്റ്റാറിനെ കിട്ടിയിട്ട്, ഇത്രയും വലിയൊരു പെർഫെക്ഷനിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന അമീർ ഖാനെ കിട്ടിയിട്ട്, ക്യാമിയോ ആയിക്കോട്ടെ, അത് 2 മിനിറ്റ് ആയിക്കോട്ടെ, 3 മിനിറ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് ആയിക്കോട്ടെ, അത് ആൾക്ക് അടിപൊളിയായിട്ട് ചെയ്തൂടെ? അത് ഒരുമാതിരി അമീർ ഖാനെ കിട്ടിയല്ലോ, എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വഴി പോണ അമീർ ഖാനെ പിടിച്ച് വലിച്ചിട്ട് എന്നാ ഒരു പടം ചെയ്തോ, ഒരു 5 മിനിറ്റ് ചെയ്തോ, കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞ പോലെ ആയി. അത് അട്ടർ വേസ്റ്റായി. ആ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ഉപയോഗിക്കാണ്ട് മിസ്യൂസ് ചെയ്ത് സ്പോയിൽ ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പടം നിങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ വരുന്നുണ്ടാവുക. പക്ഷെ അവിടെ സംഭവിച്ചത് അത്യാവശ്യം ഒരു നല്ലൊരു സാധാരണ ചോറിൽ കുറച്ച് ചിക്കൻ കറികളുള്ള വെള്ള പോലെ അത് കഴിച്ച് കാണാം. അത് കഴിക്കാമെന്ന് പറഞ്ഞ പോലെയാണ് ഈ പടം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിരുദ്ധിനെ കുറിച്ച് പറയുമ്പോൾ ഈ ലൊക്കേഷനെ പോലെ തന്നെ അങ്ങേരും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങേരുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഹൈ ആണ്. കാരണം ഒരു പടത്തില് സിമ്പിൾ സീൻ ആയിക്കോട്ടെ, മാസ് സീൻ ആയിക്കോട്ടെ, ഏത് സീൻ ആയിക്കോട്ടെ, ഇങ്ങയുടെ മ്യൂസിക് വരുമ്പോൾ ആ സീനിന് കിട്ടുന്ന പഞ്ച്, ആ സീനിന് കിട്ടുന്ന എലവേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. ആ ഹൈ ഇതിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല. പർപ്പസ്ഫുള്ളി ആണെന്ന് അറിയില്ല. ഇതിൽ സോഫ്റ്റ് ആയിപ്പോയി, കുറച്ച് വീക്കായിപ്പോയി, സിമ്പിൾ ആയിപ്പോയി. പിന്നെ ഇതിലത്തെ ഏറ്റവും നല്ല ആ പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക് ലാസ്റ്റ് ഭാഗങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അവർ പർപ്പസ്ഫുള്ളി അങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിരുദ്ധിന്റെ സോഫ്റ്റ് സിമ്പിൾ ഒരു എന്താ പറയുക ഐറ്റമാണ് ഈ കൂലി. അതും കുറെ പേർക്ക് ഡിസപ്പോയിൻമെന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഞാനടക്കം അതിൽ കുറച്ച് ഡിസപ്പോയിൻമെന്റ് ആണ് എന്ന് കരുതി ആൾ ചെയ്ത ഒരു ട്രാക്കും ഈ പടത്തിൽ മോശമല്ല, കുഴപ്പമില്ല, കേട്ടിരിക്കാം, നൈസാണ്. പക്ഷെ നമ്മള് കുറേ കൂടി പഞ്ച് പ്രതീക്ഷിച്ചു. ആ പഞ്ച് കുറച്ച് കുറഞ്ഞു പോയെന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ സ്കൈ ഹൈ ആയത് ലോകേഷിന് കുറ്റമല്ല. പക്ഷെ ലോകേഷിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഗ്രേറ്റ് പടങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഇതിലൊരു നെഗറ്റീവ്. നിങ്ങൾ ഇതിനെ ഒരു ടിപ്പിക്കൽ രജനി പടമായിട്ട് കണ്ട് തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന സംഗതികൾ പടത്തിലുണ്ട്. ആക്ഷൻസ് ഒന്നും നല്ലതാണ്. പെർഫോമൻസ് ഓവറോൾ എല്ലാ കാസ്റ്റിന്റെയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് ആണ്. ടെക്നിക്കൽ സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മ്യൂസിക്കും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാച്ചബിൾ ആണ്, തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ്.
പക്ഷെ ബെഞ്ച് മാർക്കോ ഗ്രേറ്റസ്റ്റ് സ്റ്റാൻഡേർഡോ ഒന്നും ഇല്ല. അത് മാത്രമാണ് ഇതിലൊരു പോരായ്മ. അത് ആദ്യം പറഞ്ഞ പല കാരണങ്ങളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എബവ് ആവറേജ് ഫിലിമായിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.